അപ്പൊ പ്രിയ തിരിച്ചോണ്ട് തന്നെ പറഞ്ഞോ. Hi guys, welcome to Mysore. ഓ എത്ര ഹാർട്ട് ആർക്കാ? ഗൈസ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഊട്ടിയിലെ 2 ദിവസം അടിച്ച് പൊളിച്ചിട്ട് നമ്മൾ നേരെ മൈസൂരിലേക്ക് പോവാണ്. ഞാൻ ഇതുവരെ ആ ഒരു ഊട്ടി മൈസൂർ സാധാരണ ഊട്ടി മൈസൂർ ബാംഗ്ലൂർ അങ്ങനെയാണല്ലോ ട്രിപ്പ് കോളേജസിലൊക്കെ പണ്ടത്തെ കാലത്ത്. ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു ട്രിപ്പിന് പോയിട്ടില്ല കേട്ടോ. സോ ഇത്തവണ നമ്മൾ ബാംഗ്ലൂർ സ്കിപ്പ് ചെയ്തിട്ട് ഊട്ടി മൈസൂർ പോവാണ്. സോ മൈസൂരിൽ നമ്മൾ എനിക്കൊന്ന് ബെസ്റ്റ് പ്രോപ്പർട്ടി ഇൻ മൈസൂരിലായിരിക്കും താമസിക്കുന്നത്. അതുപോലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്, പാലസ്, സൂ. ഐ ജസ്റ്റ് വോണ്ട് ടു thoroughly explore Mysore and have loads of fun. ഒരു കംപ്ലീറ്റ് ഫാമിലി വെക്കേഷൻ ആവണം. സോ നേരെ നമ്മൾ ബന്ദിപ്പൂർ വഴി മൈസൂരിലേക്ക് പോവാണ്. മാനെ കണ്ടപ്പോ ഹാപ്പി ആയി. നമുക്ക് എന്ത് രസമല്ലേ കുട്ടി മാനുകള്. ഇതാ പറഞ്ഞ ഭയങ്കര ഒരു സീനിക്, ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് സീനിക് റോഡ്സാ. എന്ത് ആ മാനുകൾ ഇടിക്കാതിരിക്കാനാ. ഹാപ്പി വേദോ അറിയിപ്പോ പുലിയും കാണും അവിടെ. ഇത്രയും മാനുകളെ ഞാൻ ഇതുവരെ ഇങ്ങനെ റോഡ് സൈഡിൽ കണ്ടിട്ടില്ല കേട്ടാ. ബേബീസ്, കൊമ്പുള്ളത് പ്രിയനെ പോലെ തന്നെ 2 കൊമ്പുണ്ട്. കണ്ടാ കൈ പുറത്തിടാൻ പോകുന്നു. ഇന്ന് പ്രിയയുടെ വേദുവിന്റെ യോഗമാണ് കേട്ടാ. അതെ, അതുപോലെ തന്നെ ഹോട്ടൽ അടിപൊളിയായിരിക്കും. നോക്കിക്കോ, നൈസോ. പീകോക്കും ഡിയറും. ഇനി അതും കണ്ടു. ആന ഇത് ഫോറസ്റ്റിന്റെ ആനയായിരിക്കും കേട്ടാ. ഇൻ ദ സെൻസ് ഇവിടുത്തെ ഫോറസ്റ്റ് ഒഫീഷ്യൽസിന്റെ ആനയാന്ന് തോന്നുന്നു. ഇനി നമ്മള് പ്രിയ ബന്ദിപ്പൂർ കണ്ടില്ല എന്ന് വേണ്ട കേട്ടാ. ബന്ദിപ്പൂർ എന്ന് എപ്പോഴും ചോദിക്കുമായിരുന്നു. ഇതാണ് ബന്ദിപ്പൂർ. ഹോട്ടൽ നോക്ക് പ്രിയ, അടിപൊളിയായിട്ടില്ലേ, ഒരു പാലസ് പോലെ. അപ്പൊ പ്രിയ തിരിച്ചോണ്ട് തന്നെ പറഞ്ഞോ. Hi guys, welcome to Mysore. മൈസൂർ എത്ര വർഷം മുന്നേ വന്നിരിക്കണ അറിയോ? എപ്പോഴാ? 40 ആണോ? 40 ഒന്നുമല്ല, അതിന് മേലെ ആയി. 50 ആയി. അത്ര ഒന്നും ആയിട്ടൊന്നുമില്ല. ഞാനും ചേച്ചി സ്കൂൾ വെക്കേഷന് ഡാഡി മമ്മിയും ഞാനും ചേച്ചിയും കൂടെ മൈസൂർ ബാംഗ്ലൂർ റൂട്ട്. എനിക്ക് ഒരിക്കലും ആ ട്രിപ്പ് അടിക്കാൻ പറ്റിയിട്ടില്ല. ഒരു സ്കൂൾ ട്രിപ്പാണ് മൈസൂർ ബാംഗ്ലൂർ ഊട്ടി. അങ്ങനെ ട്രിപ്പ് പോയൊരു കമന്റ് ചെയ്യണം കേട്ടാ. അങ്ങനെ വന്നതാ മൈസൂർ. പക്ഷെ ആ മൈസൂർ അല്ല ഈ മൈസൂർ. ശരി, എത്ര വർഷമായി മാറിയിട്ടുണ്ടാവുമല്ലോ. ഇതുപോലത്തെ ഹോട്ടൽ ഉണ്ടായിരുന്നു അന്ന്. അന്നൊന്നും ഹോട്ടലിൽ ഉണ്ടാവുന്ന ഈ ഹോട്ടലൊന്നും എന്തായാലും ഗ്രാൻഡ് മെർക്യൂർ മൈസൂർ. ഇതിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉള്ളപ്പോ വീണ്ടും നമുക്ക് ഇങ്ങോട്ട് വരാൻ തോന്നും. കാരണം സ്റ്റേ കംഫർട്ടബിൾ ആവുമ്പോൾ ബാക്കി എല്ലാം നല്ലതായിരിക്കും. ഓക്കെ, ഇത് 1.5 ഹോട്ടലാണ്, കേറി കാണിച്ചു തരാം. വെൽക്കം ടു ഗ്രാൻഡ് മെർക്യൂർ മൈസൂർ. So this place ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കുറെ മൈസൂർ ട്രഡീഷണൽ എലമെന്റ്സ് ഉണ്ട്. അതിന്റെ മെയിൻ വന്നിട്ട് നമ്മൾ കയറി എൻട്രൻസിൽ തന്നെ വരുമ്പോ നാദസ്വരത്തിന്റെ ശബ്ദം കേൾക്കാം. ആദ്യം ഞാൻ വിചാരിച്ചു അത് എവിടെയോ കല്യാണ ഹാളുണ്ട്, കല്യാണത്തിന്റെ ആണെന്ന് വിചാരിച്ചു. പക്ഷെ അതല്ല, രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇത് പ്ലേ ചെയ്യുന്ന നാദസ്വരത്തിന്റെ ആ ഒരു ട്രഡീഷണൽ മ്യൂസിക്. ഓക്കെ, അതായിരുന്നു ഫസ്റ്റ് എലമെന്റ്. ഇനിയുണ്ട് മൈസൂരിന്റെ കുറെ എലമെന്റ്സ്, അത് നമുക്ക് അകത്ത് പോയി കാണിക്കാം. അത് മൈസൂരിന്റെ ഡീപ് ട്രഡീഷണലിലേക്ക് പോകുന്ന സംഭവമല്ലേ, മോഡേൺ മീറ്റ്സ് വാട്ട് യു സേ ക്ലാസിക് എന്നുള്ള രീതിയിൽ. അപ്പൊ നമുക്ക് അകത്ത് കയറി നോക്കാം. നമ്മൾ കണ്ടതാണ്, പക്ഷെ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം ബാക്കി. Okay, ആ ഷാൻഡിലിയേഴ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. സോ ഈ ഷാൻഡിലിയർ ഫസ്റ്റ് ഓഫ് ഓൾ സോ ഗോർജിയസ് ആൻഡ് സ്റ്റണ്ണിങ്. ആൻഡ് ഇത് മൈസൂർ പാലസിലുള്ള ഷാൻഡിലിയേഴ്സിന്റെ ഒരു മോഡേൺ ഇന്റർപ്രിട്ടേഷൻ ആണ് അവർ ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് ആക്ച്വലി ദ ഫസ്റ്റ് എലിമെന്റ് വിച്ച് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഇതാണല്ലോ. സോ യു ഗെറ്റ് സച്ച് എൻ ഇംപ്രഷൻ ഓഫ് ഗോയിങ് കണക്ടിങ് വിത്ത് മൈസൂർ.
അതാണ് ഫസ്റ്റ് തിങ്. മൈസൂർ പാലസ്. പാലസ്, അതെ. ആക്ച്വലി നമുക്ക് മൈസൂർ പാലസിൽ താമസിക്കുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് റീക്രിയേറ്റ് ചെയ്യാണ് നോക്കിയിരിക്കുന്നത്. ഇത് മൈസൂർ പാലസിന്റെ ഒരു മോഡലും മൈസൂർ പാലസിന്റെ ഒരു പെയിന്റിങ്ങും. പിന്നെ ഇവരുടെ റെസ്റ്റോറൻറ്റിന്റെ പേര് ലാ ഉപ്പു എന്നാണ്. സോ ഉപ്പ് കന്നഡയില് ഉപ്പ് തന്നെയാണ്. ലാ ഫ്രഞ്ച്, ഇത് ഫ്രഞ്ച് ഹോട്ടൽ ചെയിൻ ആണല്ലോ. സോ അങ്ങനെയാണ് ലാ ഉപ്പ് വന്നത്. Another thing, Mysore is actually popular for silk. Mysore silk എന്നൊക്കെ അതെ. അത് ഏതെങ്കിലും ബാറിന് സിൽക്ക് പേര് കേട്ടിട്ടുണ്ടോ? സിൽക്ക് ബാർ ഇവിടുത്തെ ബാറിന്റെ പേര്. ഓക്കെ, ബാറിന്റെ പേര് സിൽക്ക് ബാർ. സോ അവിടെ അതും വന്നു. അതെ, അടിപൊളി അവര് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. പിന്നെ ഇവിടെ വേറെ വരുന്ന പട്ടുസാരിയിൽ വരുന്ന പ്രിൻസ് ആണത്. ആ സാരി പ്രിൻസ് വെച്ചിട്ടാണ് അവര് 3 ഷെയ്ഡ്സ് കൊടുത്ത് ഇത് മിക്കവാറും പ്രിയയുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഹോട്ടൽസ് ആയി മാറാൻ സാധ്യതയുണ്ട് അല്ലെ. സാരി, സിൽക്ക്, പാലസ്, ട്രഡീഷണൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് പാലസ് കാണാൻ കൊതിയായിട്ട് വരിക. അതുപോലെ തന്നെ ഇത് കർണാടകയുടെ പോലീസ് തൊപ്പിയിലും അതുപോലെ ബസ്സിലൊക്കെ കാണാൻ പറ്റും. ഗരുഡൻ എന്ന് പറയുന്ന ബേർഡില്ല, നമ്മുടെ ഫീനിക്സ് ബേർഡ്, അതും മൈസൂരിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് പറയുന്നത്. സോ അതിന്റെ ഒരു സിമ്പിൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓവറോൾ ദ പ്രോപ്പർട്ടി ഈസ് അമേസിംഗ്. It's awesome. അല്ലേ? Too good. We get the Mysore Palace കുറച്ച് അവിടുന്നൊക്കെ നമുക്ക് കിട്ടും, പക്ഷേ വിത്ത് മോഡേൺ കൺവീനിയൻസ്. അടിപൊളി ട്രഡീഷണൽ വെൽക്കം ആണ്. ഇതെങ്ങനെയുണ്ട്? കുടിച്ചോ? ഇത് പാനിക്കം എന്ന് പറയുന്ന ഒരു ലോക്കൽ ഡ്രിങ്ക് ആണ്. ഫുൾ ലോക്കൽ സെറ്റപ്പ് ആണല്ലോ ഇവിടെ, ലോക്കൽ ഫീൽ ആണല്ലോ. അതിന്റെ കൂടെ കയ്യിലുള്ളത് ഇവരുടെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ടോയ്സ് ആണ്. അഗെയിൻ വിച്ച് മൈസൂർ ഇസ് ഫേമസ് ഫോർ. എല്ലാവർക്കും ടോയ്സ് കിട്ടിയല്ലോ. ആക്ടിവിറ്റീസും ഒക്കെ പ്രിയ കുട്ടികളെ ഫുൾ സെറ്റ് ആവും കേട്ടാ. എല്ലാം ഉണ്ട്. അന്തു ക്രോസ് ഫിറ്റ് ചെയ്യുന്ന അതായത് നമുക്ക് ടേബിൾ ടെന്നീസ്, എക്സ്ബോക്സ്, ബോർഡ് ഗെയിംസ്, ബാസ്കറ്റ്ബോൾ, സ്വിമ്മിങ്, ടോങ്ക റൈഡ് ഉണ്ട്. നമുക്ക് എല്ലാം ചെയ്യാം കേട്ടാ. എയിം ദ ബോൾ. ഇത് ഫുൾ കുട്ടികളുടെ ഹോളിഡേ. ഇത് നോക്ക്. അയ്യോ, പ്രിയന്റെ അകത്ത് കയറി എന്തായിരിക്കും എല്ലാം പ്രിയക്ക് ഇഷ്ടമുള്ളത്. മറ്റേ ഹാൻഡിക്രാഫ്റ്റ്, സാരീസ്, ബെഡ്ഷീറ്റ്സ്, ഷോൾസ്, അങ്ങനത്തെ കംപ്ലീറ്റ് സാധനങ്ങള്. കേറണ്ടേ? ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ട് കേറാം. ഇത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇത് 7 years old പ്രോപ്പർട്ടി ആണ്. ബട്ട് ഇറ്റ് ഡസന്റ് ലുക്ക് ദാറ്റ് ഓൾഡ്, നോ. ഫുൾ കാർപ്പറ്റഡ് ആയിട്ടുള്ള ഫ്ലോറിംഗ്. അതും ഇത് കാർപ്പറ്റ് വരെ ഒരു മൈസൂർ എലിമെന്റ് ഇല്ലേ? You literally feel Mysore inside this hotel. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. ആക്ച്വലി ഹോട്ടലിൽ വന്നാൽ എന്തായാലും മൈസൂർ പാലസ് പോയി വിസിറ്റ് ചെയ്യും. അതെ, അതും ഒരു ഫാക്ട് അല്ലേ. ഇതൊക്കെ കണ്ട് എന്തായാലും പോയി കാണണം എന്ന് തോന്നുന്നു. സോ ഞങ്ങളുടെ റൂം 201 ആൻഡ് Hi guys, welcome to Grand Mercure Mysore. The room is amazing. Yeah, it is. നല്ല കിടിലൻ റൂം അത്രേ പറയുള്ളൂ. വെൽക്കമിങ് അവർ നമ്മളെ ചെയ്തിരിക്കുന്നത് അത് കാണിക്കേണ്ടത് തന്നെയാണ് അല്ലെ. സോ കം ഓൺ, വെൽക്കം ടു മൈസൂർ ഗ്രാൻഡ് മെർക്യൂറിൽ. ആദ്യം വരുമ്പോ തന്നെ നിങ്ങൾ കാണുന്നത് എന്താ ഇവിടെ വലിയ മിറർ ഉണ്ട്. അതാണ് ഈ തെളിച്ചേക്കട്ടെ. കേറി വരുമ്പോ തന്നെ വലിയ മിറർ ഉണ്ടെങ്കിൽ മറ്റേ ലാസ്റ്റ് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് ഒന്നും കൂടെ നോക്കിയിട്ട് പോവാലോ. അതെ, അപ്പൊ കേറി വരുമ്പോ തന്നെ പിന്നെ വാർഡ്രോബ്സ് ഒക്കെ ഉണ്ട്. സേഫ് അവരുടെ സെയിം ഗ്രാൻഡ് മെർക്യൂറിന്റെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. സ്ലിപ്പേഴ്സ് ആൻഡ് എവറിത്തിങ്. ലഗേജ് റാക്ക്, ഫ്രിഡ്ജ് ഒക്കെ അവർ കൺസീൽ ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയി വുഡൻ പാനൽ തന്നെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സസ്റ്റൈനബിൾ ഗ്ലാസ് ബോട്ടിൽസ് വെച്ചിട്ടുണ്ട്. ഇതാണ് ചെന്നപ്പട്ടന ടോയ്സ് എന്ന് പറയുമ്പോൾ വുഡ് വെച്ചുണ്ടാക്കുന്ന ടോയ്സ്. ഇതിന് ഫേമസ് ആണ് ഹാൻഡ് മെയ്ഡ് വുഡൻ ടോയ്സ്. പിന്നെ ബെഡ്റൂം. അതാ പറഞ്ഞ യു ജസ്റ്റ് ഫീൽ സോ മച്ച് ഓഫ് മൈസൂർ എവ്രിവെയർ ഇൻ ദ ഹോട്ടൽ. ബ്യൂട്ടിഫുൾ. വെൽക്കം ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. വെരി നൈസ്. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ഭയങ്കര കംഫിയാണ്. ലുക്ക് സോ ഗുഡ്, നോ? അതിന്റെ കുഷൻ കവേഴ്സ് കണ്ടോ? അതും ഒരു മൈസൂർ ട്രഡീഷണൽ പാറ്റേൺ. ഇവന്റെ ബാക്ക് റെസ്റ്റ് ഓൾസോ, ബാക്കിലത്തെ വാള് കാണുമ്പോ എന്താ അറിയോ, നമ്മള് കോല അതിന്റെ ഒരു ഫീൽ ഉണ്ട്. പാറ്റേൺ പോലെ ഉണ്ട്. ഇവന്റെ കാർപ്പറ്റ് അല്ലേ, ആ കോലത്തിന്റെ കാർപ്പറ്റിന്റെ പാറ്റേൺ. പിന്നെ അവർ നമുക്ക് കുറച്ച് വെൽക്കം ഡിഷസ് തന്നിട്ടുണ്ട്. അത് വെച്ചിരിക്കുന്ന ബോർഡ് വരെ നോക്ക്.
അതില് മാർക്ഡ് സി മൈസൂർ പാക്ക്, ഫ്രൂട്ട് ടാർട്ട്. ഇത് ഇവരുടെ കൊണ്ടാട്ടമാ, അതാ മുറുക്കാന്ന് തോന്നുന്നു. ആ കണ്ട, അതുവരെ അവർ ഇങ്ങനെയാ വെച്ചിരിക്കുന്നത്. പായസം, ഓ എന്ത് വേണം. ഇവിടെ അങ്ങനത്തെ മൈസൂർ പാലസിന്റെ സിമ്പിൾസ് ഒക്കെ വെച്ചിട്ടുണ്ട്. മൊത്തം മൈസൂർ പാലസിന്റെ. അതെ, പിന്നെ ഇതുപോലെ ഒരു ഹാൻഡ് റിട്ടൺ വെൽക്കം നോട്ടും ഉണ്ട്. സോ നൈസ് നോ. ഇനി ഇവരുടെ ബാൽക്കണി, ഇതൊന്നും പോരാതെ ആഹാ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി ഉണ്ട്. ഇവിടെ നിന്ന് മൈസൂരിന്റെ ആ റോഡ്സും ഗ്രീനറിയും ഒക്കെ നല്ല വ്യൂ കാണാൻ പറ്റും. അത് ചൈൽഡ് സേഫ്റ്റി ലോക്ക് ഇട്ടിരിക്കുക. കുഴപ്പമില്ല, പിന്നെ കാണിക്കാം. തുറന്നു നോക്ക്. ആ അത് തന്നെ, ആ മെയിൻ ലൊക്കേഷൻ ഇസ് ദ മെയിൻ തിങ് ഓഫ് ദിസ് ഹോട്ടൽ ഓൾസോ. അടിപൊളി അല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയോ, ഇവിടുന്നും കേക്കാം, ബാൽക്കണിന്നും കേക്കാലോ. ഇപ്പോഴും കല്യാണത്തിലാന്ന് തോന്നി പോകും നമുക്കല്ലേ. അയ്യോ പേടി സ്വപ്നമാ. ഫൈനലി ബാത്റൂം. അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏറ്റവും ടൈം സ്പെൻഡ് ചെയ്യണ സ്ഥലം ബാത്റൂമിൽ ഇരുന്നാലേ നമുക്ക് ഐഡിയാസ് ഒക്കെ അതുകൊണ്ടിട്ട് അതായിരിക്കണം ഏറ്റവും മെയിൻ സ്ഥലം. പിന്നെ ടവൽസ്, ക്ലീൻ ടോയ്ലറ്റ്സ്, ബാത്ടബ്, എവറിത്തിങ്. എവറിത്തിങ് ഈസ് ബ്യൂട്ടിഫുൾ അല്ലേ? ഇനി നമുക്ക് പയ്യെ മുകളിലേക്ക് ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാം. മൈസൂർ വന്നിട്ട് നമ്മൾ മൈസൂർ പാക്ക് കഴിക്കട്ടെ. മൈസൂർ പാക്ക് ഉണ്ടാക്കിയ ഫസ്റ്റ് ബേക്കറി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ പോയി മൈസൂർ പാക്ക് കഴിക്കും. അവിടെന്നാണ് ഒറിജിനേറ്റഡ് ചെയ്തത്. അത് വലിയ കഥ, ഞാൻ പറഞ്ഞുതരാം ആ ടൈം ഒക്കെ ചെയ്യുമ്പോ. മൈസൂർ മസാല ദോശ അത് ഇവിടുന്നാ. പിന്നെ ഇനിയിപ്പോ കുറച്ച് നാളത്തേക്ക് ഫുൾ നമ്മുടെ മൈസൂർ 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 മാത്രമേ കേൾക്കുള്ളൂ. മൈസൂർ പാക്ക് കണ്ട, അതാണ് ആദ്യം എടുത്തത്. ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഞാൻ രണ്ടും കഴിക്കാൻ പോവാ. സമ്മതിച്ചാലല്ലേ. ഗീയുടെ ടേസ്റ്റ് ഫുൾ. കടലമാവിന്റെ ടേസ്റ്റ്, ഷുഗർ, കടലമാവ് ഷുഗർ ഗീ. മൈസൂർ പാക്ക് കഴിച്ചാ നോക്ക്. തീർന്നോ? അടിപൊളി. പിന്നെ മറ്റേത് ടേസ്റ്റ് ചെയ്യോ? അത് പിന്നെ മുറുക്ക്. ഇതെന്താ? ഇതെന്താ? പായസം പോലെ ഉണ്ട്. അരിയാണോ? അരി ശർക്കരയും ഗോതമ്പ് പായസമായിരിക്കും. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അമ്മ അവിടെ വെച്ചോ. ഉച്ചക്ക് വൈകുന്നേരം ഒന്നും വേണ്ട. ഏഷ്യ ബെസ്റ്റ് സ്പാന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പ്രിയ. അതുകൊള്ളാലോ അല്ലേ? നല്ല മണം. ഇത് മണം അടിച്ചാൽ തന്നെ സ്പാ എടുക്കാൻ തോന്നും. ഇത് അവരവരുടെ എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ വെച്ച് അടിപൊളിയായിരിക്കും കേട്ടോ ആംബിയൻസ്. ഞങ്ങൾ എന്തായാലും പൂളൊന്ന് നോക്കാൻ വന്നതാണ്. കിഡ്സ് പൂളും ഉണ്ട്, അതുപോലെ തന്നെ നല്ല ഒരു റൂഫ് ടോപ്പിലും ഒരു പൂൾ ഏരിയ ഉണ്ട്. ഇറ്റ്സ് വെരി നൈസ്. അതിന്റെ സൈഡിൽ ലോഞ്ച് ഒക്കെ ഉണ്ട് ഇരിക്കാനായിട്ട്. അത് ബാറാന്ന് തോന്നുന്നു. അവാർഡ്സ് വാങ്ങി സ്പായ്ക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഇപ്പൊ റെസ്റ്റോറൻറ്റിന് കിട്ടിയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് ഓൾസോ സോ ക്ലാസ്. ഭയങ്കര ഒരു നമ്മൾ ഹൈ ക്ലാസ് ഫീലിംഗ് ആണ്. അതിൻ്റെ കൂടെ കുറേ ലോക്കൽ എലിമെന്റ്സും കൂടെ ആഡ് ചെയ്തിരിക്കുന്നു. ഇവർക്ക് ബുഫേ ഉണ്ട്, ഫൈൻ ഡൈനിങ് ഉണ്ട്, ബ്യൂട്ടിഫുൾ ഡേ ഒരു ടീ കൗണ്ടർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ്റെ ഗ്ലാസസ് ഉണ്ട്, ഒരു പക്ക മൈസൂർ ഫിൽട്ടർ കോഫി എന്നൊക്കെ കിട്ടുന്ന ഒരു ഫീലിംഗ് ആണ്. ലവ്ലി പ്ലേസ്, ലവ്ലി. ഇവിടെ വന്നു കഴിഞ്ഞുണ്ടല്ലോ പക്ക കർണാടക് ഫീല്, കർണാടക് സ്നാക്സ്. ഇപ്പൊ ഫിൽട്ടർ കോഫി വരും. മൈസൂർ മസാല ദോശ കഴിക്കാൻ പോകണം. മൈസൂർ മൈസൂർ പാക്ക് കണ്ടുപിടിച്ച സ്ഥലത്തും പോവാം. ഇതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അതിവിടെയാണോ? അത് ചിലപ്പോ വേറെ എവിടെയെങ്കിലും തുടങ്ങിയിട്ട് മൈസൂരിന്റെ ഹെറിറ്റേജിന് വേണ്ടി പേരിട്ടായിരിക്കും. നോക്കാം എന്തായാലും. ഫുഡ് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യണം. ഇവിടുത്തെ നമ്പർ 1 റെസ്റ്റോറന്റ് വെജാ. ഞാൻ ഒരു പിസ്സേറിയ ഓൾഡ് ഹൗസ് റെസ്റ്റോറന്റ്. എന്നിട്ട് പറഞ്ഞു പക്ഷെ ദില്ലുവിന് ഇഷ്ടപ്പെടില്ല, നോൺ വെജ് ഇല്ലാന്നോ. ഞാൻ പിന്നെ എങ്ങനെ വ്ളോഗ് ചെയ്തത്? ടോപ്പിംഗ്സ് ആയിട്ട് നമുക്ക് ഇടാം. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു അപ്പൊ പോവാന്നുള്ള കാര്യം സംശയമാണെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്, ഡിന്നറിന് പോകുന്ന വഴിയാണ്. പക്ഷെ ലുക്ക് അറ്റ് ഇറ്റ് സോ ബ്യൂട്ടിഫുൾ. ഇവിടെ ദസറയ്ക്ക് ഭയങ്കര രസമാണ് കേട്ടത്. എല്ലായിടത്തും ലൈറ്റ് അപ്പ് ഒക്കെ ആയിരിക്കും. റോഡ്സും നല്ലതാണ്, നല്ല വീതിയുള്ള റോഡ്സ് ആണ്. പിന്നെ കമ്പാരിറ്റീവ്ലി ട്രാഫിക് കുറവാണ്. ഒരു റിലാക്സ്ഡ് ഫീലിംഗ് ആണ്, എസ്പെഷ്യലി വെൻ യു കം ഫ്രം ബാംഗ്ലൂർ. എനിക്ക് റോഡ്സിന്റെ വീതി അടിപൊളിയാണ് ഇവിടെ. ഒരുവിധം എല്ലാ റോഡ്സിനും അത്യാവശ്യം നല്ല വീതിയുണ്ട്. ഡി എന്താ വേദുവിനെ വരച്ചേന്ന് നോക്കട്ടെ. എന്തായാലും ഇവിടെ പരിപാടി. അയ്യോ ജിമ്മയുടെ കാതില്ലേ?
നോക്കട്ടെ. ഓ എത്ര ഹാർട്ട് ആർക്കാ? ഓക്കെ, ഇതില് എന്തൊക്കെയാ ഉള്ളത്? ഇത് റോഡ്, വേദു, ഇത് സിംബ. ഓക്കെ ഇത് ഹൗസ് ഓക്കെ, ആ അത് ഓക്കെ. പിന്നെ പിന്നെ ഇത് ഹാർട്ട്, പിന്നെ സണ്ണ്, ഇത് സ്കൈ. ഓ നോക്കട്ടെ. ഓ ഇതെന്താ? ഇതാരാ? മേരെ ആന്റി, അതും അങ്കിൾ ദിയ. അതാണോ ഫുൾ ചെടി? താഴെ ചാച്ചുവാണോ ദിയ? ഇതിന് ബാട്ടപ്പിൽ ഇറങ്ങണോ? നമ്മളിപ്പോ ഗുഹയെ പോവാ. ഗുഹ അല്ല, ഇതെന്താ ഇവിടെ എത്ര ആന ഇത് പോകുന്നേ? ഇന്ന് ഫുൾ ആനിമൽസ് ഡേ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങള് എല്ലാ ആനിമൽസെ കാണാനും പറ്റി. എൻ്റെ കൂടെ മതി അവിടെ നിന്നാ വേദു. ഇത് നോക്ക്, എന്തെങ്കിലും ഉത്സവം അങ്ങനെ വല്ല. പക്ഷെ ഇവിടുത്തെ ഉത്സവത്തിനൊക്കെ ആനയുണ്ടോ? ഒരു ഐഡിയ ഇല്ല എന്താണിത്. അതെ, ഞങ്ങൾ ആക്ച്വലി ഫുഡിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെന്ന് വിചാരിച്ച് മൈസൂർ വന്നതാണ്. പക്ഷെ നോൺ വെജിന് വളരെ ലിമിറ്റഡ് ഓപ്ഷൻസ് ഉള്ളൂ. കഫേസ് ഒന്നും കണ്ടിട്ടില്ല. കുറെ വെജിന്റെ ഉണ്ട്, പിന്നെ കുറെ മെസ്സ് പോലത്തെ സംഭവങ്ങളുണ്ട്. അപ്പൊ ഫസ്റ്റ് ഡേ അല്ലേ, നമ്മൾ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു ഗുഫ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിലേക്ക് വന്നിരിക്കും. എനിക്ക് ബാംഗ്ലൂർ ഉണ്ടെന്ന് തോന്നുന്നു, അത് തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും ഗുഫയുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ ഒന്ന് കഴിച്ചു നോക്കാം. പക്ഷെ ഫുഡിങ്ങിന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് നോൺ വെജ് ഫുഡിന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് മൈസൂർ. അത് കൊള്ളാം കേട്ടോ. ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിലും ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ട് അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ആണ്. ശരിക്കും ഒരു ഗുഹയുടെ അകത്തുള്ള ഫീലിംഗ് ആണ്. നല്ല തണുപ്പുണ്ട്. ഇത് എവിടെ നിങ്ങൾ ഇത്ര എന്താ? ഞങ്ങള് രണ്ടു തവണ വഴിയെത്തിപ്പോയി. ഒരു സൈഡ് തന്നവര് എന്ത് പാമ്പിനെ കണ്ടോ വരുന്ന വഴിക്ക്? കണ്ടില്ല, തിരിച്ചൊരു പോകുമ്പോ കാണിക്കാം. ഒരു സന്തോഷമുണ്ട് എല്ലാവരുടെയും മുഖത്ത്. നമ്മുടെ ഒരു ഫേവറേറ്റ് ഏൻഷ്യൻ സംഭവമാണ്. അതിന്റെ ടേസ്റ്റ് ഇപ്പോഴും എങ്ങനെയുണ്ടെന്ന് അറിയില്ല. പൈനാപ്പിൾ ചീസ് ചെറി, നല്ല ടേസ്റ്റാ. നല്ലാന്ന് പറഞ്ഞ പ്ലേറ്റ് എവിടെ വെക്ക്. നല്ല മലായ് ചിക്കൻ ടിക്ക മേരിയം പറയുന്നത് സൂപ്പറാണ്. നോക്കട്ടെ. ഇവിടെ നോർത്ത് ഇന്ത്യൻ ആണ് ഞാൻ ഗൂഗിൾ റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞത് കേട്ടോ. ഓ ഹലോ, ഫുഡ് മൊത്തം കഴിച്ചോട്ടെ, മൊത്തം വ്ളോഗ് ചെയ്യുന്നുണ്ട്. ഓ യാ, ഭയങ്കര സ്മോക്കി ഫ്ലേവർ ഉണ്ട്. ചിക്കന് സോ എന്താ പറയുക, കുക്ക് ടു പെർഫെക്ഷൻ, പക്ഷെ നോട്ട് ഡ്രൈഡ് അറ്റ് ഓൾ. ലൈറ്റ് ആയിട്ട് ആ ക്രീമിന്റെ ഫ്ലേവറും വരുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട്. നല്ല പോർഷനും ഉണ്ട്. എല്ലാരും ഒരു 25 മിനിറ്റിന് വിശപ്പിന് ശേഷം. പ്രിയയുടെ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ 6 കേട്ടാ. ഇപ്പോഴാണ് അവര് പറഞ്ഞു. പക്ഷെ ഫുഡ് സർവീസും ഇതുവരെ ഉള്ളതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ തന്തൂരി ചിക്കൻ പറഞ്ഞു, പ്രിയക്ക് ഫ്രൈഡ് റൈസ് ഉണ്ട്, അല്ലാതെ ഒരു പഞ്ചാബി ചിക്കനും റോട്ടീസും. റോട്ടി കഴിക്കുന്നില്ല റോട്ടി. ഇവിടെ നല്ല പഞ്ചാബി ചിക്കനും പല തരം റോട്ടീസും ഉണ്ട്. സോ മീറ്റി റോട്ടി, കുൽച്ച, ബട്ടർ നാൻ, പല സാധനം. ഓ ദിയ ഒറ്റയ്ക്ക് ഇതേ തന്തൂരി ചിക്കനൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടാ. ഗുഡ് ഗേൾ. ഓ എന്റെ അമ്മോ, ഇന്നപ്പോ അന്തുന്റെ വക ചെലവ് ഐസ്ക്രീം. അതെ, റോട്ടിയും നോക്കട്ടെ. ഇവരുടെ പഞ്ചാബി മുറുക്ക് ചിക്കൻ ബോൺലെസ് പീസസ് ആണ്. എനിക്ക് കണ്ടിട്ട് റിച്ച് ടൊമാറ്റോ ആൻഡ് ക്രീം ബേസ്ഡ് ഗ്രേവി ആണെന്ന് തോന്നുന്നു. ഒരു സ്വീറ്റ് ഫ്ലേവർ എക്സ്പെക്ട് ചെയ്ത, പക്ഷെ ഇറ്റ് ഇസ് കൈൻഡ് ഓഫ് സ്പൈസി. കുറച്ച് കൊറിയാൻഡറിനൊക്കെ ഫ്ലേവർ വരുന്നുണ്ട്, ടൊമാറ്റോ ആൻഡ് ക്രീം. പക്ഷെ കൊള്ളാം. വേറെ എന്തിൻ്റെയൊക്കെയോ ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. ഒരു നോർത്ത് ഇന്ത്യൻ MTR മസാലയുടെ ഫ്ലേവർ. ഇത് ഗുണ കേവില് വന്ന് ചിക്കൻ ട്രൈ ചെയ്യണം അല്ലേ? ആ കൊള്ളായിരുന്നോ? റെക്കമെൻഡ് ചെയ്യാലോ ഗുഹ. ഗുണാക്കേവി വന്ന് ചിക്കൻ കഴിക്കാലോ അല്ലേ? കാട്ടിപ്പോണ്ട, ഗുണാക്കേവി വന്ന് ചിക്കൻ കഴിക്കാം. മൈസൂർ. ഓ ശരി. ഈ ഐസ്ക്രീം കഴിക്കാൻ പോവാണ്, ഡിസേർട്ട്. ദിയക്ക് കഴിക്കാൻ പറ്റില്ല, ചുമയാ. ആ ജെഫ്രി ഞങ്ങളെ കൊണ്ടുപോണ്ട കേട്ടാ, ആർക്കും കിട്ടില്ല അത്. ഓ അവിടെ വേറെ വഴിയാ, അതല്ല വഴി. അതാ വഴി പ്രിയ, നമ്മൾ ആ വഴിയല്ലേ വന്ന ലിഫ്റ്റില്. വാ
ഞങ്ങൾ ഇങ്ങനെയല്ലേ വന്നേ? അല്ല. അതെ, ഇങ്ങനെയാ വന്നേ. ഞങ്ങൾ ഇങ്ങനെയാ വന്നേ. ഇവിടെ കോർണർ ഹൗസ് ഉണ്ടായിട്ട് ഫ്രണ്ട്സിന് വേണ്ടി ആ സാക്രിഫൈസ് ചെയ്ത് പോളാർ ബെയർ വന്നിരിക്കുവാണ്. അത് ആലോചിച്ച് നോക്ക്. എനിക്ക് സാധാരണ ഐസ്ക്രീം പോയിക്കോ ആ വഴി പോയിക്കോ. അടച്ചിട്ട് ഇല്ലെങ്കിൽ ഞാൻ പോയാന്. ഇത് അപ്പുറത്തെ ബേക്കറിയിൽ കിട്ടും കോൺ ഐസ്ക്രീം. മറ്റേ സൈക്കിൾ ചേട്ടന്മാര് പോവില്ലേ, എനിക്ക് ഐസ്ക്രീം ഇഷ്ടം. ഒന്ന് വരണ്ടാന്ന് ഇങ്ങോട്ട്. ചോക്ലേറ്റ് ക്രഷ്. ഞാൻ DBC ഇവിടുത്തെ കുറെ പേര് ട്രൈ ചെയ്യാൻ പറഞ്ഞു. കഴിച്ചിട്ട് വേണം കുറ്റം പറയാൻ. എനിക്ക് ഫുഡ് കഴിക്കാൻ കുറ്റം പറയുക. ഞാൻ കുറ്റം പറയാറില്ല, പക്ഷെ കോർണർ ഹൗസിനെ കാട്ടി നല്ലതെന്ന് ആരൊക്കെ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് കുറ്റം പറഞ്ഞു പറ്റൂ. അങ്ങനെ പറയണ്ടല്ലോ. ഫുൾ കിച്ചൺ വർക്ക് ചെയ്താലേ നമ്മൾ ഓർഡർ എടുക്കാൻ പറ്റുന്നുള്ളൂ. എല്ലാരും ബിസി, ആരും ഇല്ല കേട്ടോ. വേറെ ഇത് ഇപ്പോഴും ആൾക്കാരും അതെ, വേറെ ആരും ഇല്ല. നമുക്ക് വേണ്ടിയാണ് അത്രയും സ്റ്റാഫ് വർക്ക് ചെയ്യുന്നത്. അതെ, എല്ലാവരുടെയും സാധനങ്ങൾ വന്നിട്ടുണ്ട്. അന്തുനാണ് ഏറ്റവും വലുത് കേട്ടോ. ഏത് പ്രിയയുടെയാണോ ഫലൂഡ? എന്റെ DBC ഇനീഷ്യലി തന്നെ ഭയങ്കര ഡിസപ്പോയിന്റിംഗ് ആണ്. ചോക്ലേറ്റ് ഒന്നും കാണുന്നില്ല. മറ്റേ DBC ആണെങ്കിൽ ചോക്ലേറ്റ് സോസിലൊക്കെ മുങ്ങിക്കിടക്കും. ഇത് മറന്നുപോയതാണോ ഒന്നും അറിയില്ല. പിന്നെ ഇത് ഫ്രൂട്ടി ജസ്റ്റ് ഒരെണ്ണം, പിന്നെ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഒരു സൺഡേ. നോക്കട്ടെ എന്താണ് ഈ പോളാർ ബെയറിന് ഇത്ര ഹൈപ്പ് എന്ന്. എന്തായാലും DBC കണ്ടിട്ട് ചോക്ലേറ്റ് സോസ് ഒന്നും അധികം ഇല്ല. ആക്ച്വലി നന്നായി ചോക്ലേറ്റ് സോസ് ഉണ്ട് കേട്ടോ. ഇതിന്റെ അടിയിലാണ് ചോക്ലേറ്റ് സോസ്. ഇതിന്റെ അടിയിൽ ചോക്ലേറ്റ് സോസ് ഉണ്ട്, പക്ഷെ അത്രയും വിസിബിൾ അല്ല. മറ്റേ അത്ര ഒരു വിഷ്വൽ ഇമ്പാക്ട് ഇല്ല. പക്ഷെ ടേസ്റ്റ് വൈസ് obviously I prefer corner house, but this is not bad at all. It's not bad at all. അങ്ങനെ എന്തായിരുന്നു ഇന്നൊരു യുദ്ധം തീർന്ന പോലെ ആയിരുന്നു അല്ലേ? ഒരു ഇതുമില്ല. സൂപ്പർ ആയിരുന്നില്ല ഐസ്ക്രീം. ആ ഗുഡ് ബോയ് ആയിട്ട്. എന്തായാലും തിരിച്ച് റൂമിലേക്ക് വരുമ്പോ അടിപൊളി ഫീലിംഗ് അല്ലെ. ഇവിടെ താമസിച്ചവർ എന്നെ മെസ്സേജ് ചെയ്തു കേട്ടോ. ദേ ലൈക്ക് ദാറ്റ്. ഞാൻ നോക്കിയപ്പോൾ മേക്ക് മൈ ട്രിപ്പിൽ ഒരു 4500 ബിലോ 5000 ഒക്കെ കിടക്കുന്നുണ്ട് നോർമൽ റൂംസ്. പിന്നെ ഇതിൽ വേറെ ഞാൻ ഫുഡ് ഇവിടുത്തെ ട്രൈ ചെയ്തിട്ടില്ല. നാളെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ട്രൈ ചെയ്യാം, അതും കൂടെ പറയാം. ഇവരുടെ സർവീസ് ആണെങ്കിലും വിളിച്ചു പറഞ്ഞ അപ്പം തന്നെ കൊണ്ടുവരുന്ന കാര്യങ്ങളാണെങ്കിലും ക്ലീനിനെസ് ആണെങ്കിലും അതൊക്കെ ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ഗുഡ്. ഐ എം ഷോക്ക്ഡ് ബൈ ഹൗ ഗുഡ് ദ വാല്യൂ ഇസ്. എനിക്കിപ്പോൾ ഈ ടൈമിലാണോന്ന് അറിയില്ല, പക്ഷെ MMTയിലൊക്കെ കണ്ട് ബിലോ 5000 ആണ് വരുന്നത്, ഇൻക്ലൂഡിങ് GST വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. ഐ തിങ്ക് സോ ദാറ്റ്സ് എ റിയലി ഗുഡ് ഡീൽ ഫോർ ദിസ് ലൊക്കേഷൻ. വാലെ പാർക്കിംഗ് തൊട്ട് റിസപ്ഷൻ സ്റ്റാഫ്, ഹൗസ് കീപ്പിംഗ്, എവ്രി വൺ ഇസ് എക്സ്ട്രീംലി എഫിഷ്യൻറ്റ് ഓൾസോ. എന്തായാലും നാളത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ നമുക്ക് നോക്കാം. ഗൈസ് ഗുഡ് മോർണിംഗ്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് മൈസൂർ മസാല ദോശ കഴിക്കണം എന്നുണ്ട്. പിന്നെ ഈ കർണാടക അതുപോലെ ഗുജറാത്ത് അങ്ങനത്തെ ഒക്കെ കുറച്ച് സ്ഥലത്ത് പോകുമ്പോൾ ഒർത്തറ്റിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കിട്ടും. സോ അതൊക്കെ ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ വേദവും വരുന്നുണ്ട്. ഈ ഹോട്ടൽ എപ്പോഴും ഫുള്ളാന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് നല്ല തിരക്കുണ്ട്. ആസ് യൂഷ്വൽ വേറെ അധികം ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ മൈസൂരിൽ. സോ ഇവിടെ നല്ല കോഫി ടീ ഒക്കെ വെച്ചിട്ടുണ്ട്. ഹൈലൈറ്റ് എനിക്കൊന്ന് മൈസൂർ മസാല ദോശ തന്നെയാണ്. സോ അതിൻ്റെ ഒരു റെഡ് ചട്നി പേസ്റ്റും അതുപോലെ മൈസൂർ മസാല അവിടെ ഇരിക്കുന്നുണ്ട്. മുട്ടയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നത്. ഇവിടെ രാവിലെ തന്നെ കിഡ്സ് പ്ലേ ഏരിയ ഒക്കെ ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ടുമുണ്ട്. നല്ല വെതറും കേട്ടോ മൈസൂരിൽ. ഓടിച്ച് ഇവിടെ സ്പ്രെഡ് കാണിക്കാൻ പറ്റില്ല. ഇവിടെ പൊടികളിൽ നെയ്യും മറ്റേ ഗൺ പൗഡറും ഇട്ട് നല്ല സോഫ്റ്റ് ഫ്ലഫി ഇഡ്ഡലീസ് ഇവിടെ ഉണ്ട്. ചമ്മന്തി തന്നെ ഒരു 3 ടൈപ്പ്, നല്ല സാമ്പാർ, ടൊമാറ്റോ റൈസ്, സൗത്ത് ഇന്ത്യൻ സ്പ്രെഡ് അടിപൊളിയായിരിക്കും. ടൊമാറ്റോ ഊത്തപ്പം, ചെന്ന, ഫ്രഷ് ആയിട്ട് ഫ്രൈ ചെയ്തിട്ട പൂരി, പരിപ്പ് വട, ഓട്സ്, ബേക്ക്ഡ് ബീൻസ്, ടൊമാറ്റോ, പൊട്ടാറ്റോ, പീസ്, എഗ്ഗ്, ബോയിൽഡ് എഗ്ഗ്, പിന്നെ ഫ്രഷ് എഗ്സ് ഒക്കെ വെളിയിലുണ്ടാക്കും. പാൻ കേക്ക്സ്, നോർത്ത് ഇന്ത്യൻ സ്പ്രെഡ്, പനീർ, പൊറോട്ട, ആലു ഗോബി അങ്ങനത്തെയൊക്കെ. ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്, വാട്ടർമെലൺ ജ്യൂസ്, കുറേ ടൈപ്പ് ഓഫ് ചോക്കോസ് ആൻഡ് സീരിയൽസ്, പിന്നെ ബീട്രൂട്ട് ജ്യൂസ്, കോക്കനട്ട് മിൽക്ക്, മുസ്ലി ആൻഡ് ഫ്രഷ് ഫ്രൂട്ട്സ്. ഇവിടെ കുറേ ക്രോസോൺസും ഡോണട്ട്സും ഡാനിഷസും അങ്ങനത്തെ ഉണ്ട്. പിന്നെ ബ്രെഡ് ടോസ്റ്റും ഒക്കെ. പക്ഷേ സോസേജ് മാത്രം ഇവർക്ക് മിസ്സിങ് ആണ് കേട്ടോ. സോസേജ് കാണുന്നില്ല. ഞാൻ സാധാരണ ഈ സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതാണ്. പക്ഷെ ഇവർ ഇഡ്ഡലിയൊക്കെ ഉണ്ടല്ലോ, ഇവൻ്റെ ചട്നി ഈ മൈസൂർ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വെജ് ഫുഡ് ട്രൈ ചെയ്യണം എന്ന് ഞാൻ എന്നോട് തന്നെ പറയുകയാണ്. കാരണം ഇറ്റ് ഇസ് റിയലി ഗുഡ്. മൈസൂർ മസാല ദോശയൊക്കെ വന്നിട്ടുണ്ട്. അല്ല, സോസേജും ഉണ്ട്, ബേക്കണും ഉണ്ട്. അവർ ടേബിളിൽ സെർവ് ചെയ്യുന്നേ ഉള്ളൂ. അടിപൊളിയാവും. കോക്കനട്ട് ചട്നിയുടെ ഒക്കെ ടേസ്റ്റ്. രാവിലെ തന്നെ ഡിയ എഴുന്നേറ്റിട്ട് ഡ്രോ ചെയ്തിട്ടാണ് വരുന്നത് താഴത്തേക്ക്. വെരി നൈസ്. നീ എന്താ ഫുഡ് കഴിക്കുന്നത്? ഇഡ്ഡലി. പിന്നെ
ദോശ, ഓക്കെ. സോ ഇവരുടെ മൈസൂർ മസാല ദോശയ്ക്കകത്ത് മസാലയും നമ്മൾ ഗ്രീൻ പീസ് ഒക്കെ ഉണ്ട്, പിന്നെ ഇവരുടെ ഒരു സ്പൈസി ചട്നി ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഭാഗമുള്ളതെന്ന് നോക്കട്ടെ. ഇത് ഭയങ്കര ഫേമസ് ആണെന്നാണ് കേട്ടത് ഇവിടുത്തെ ചമ്മന്തി. ഒരു നോൺ വെജ് ടേസ്റ്റ് ആണ്, അത് കൊള്ളാം. ഭയങ്കര സ്പൈസി ഒന്നുമല്ല, പക്ഷെ ഈ ഒരു ദോശപ്പൊടിയുടെ ഒക്കെ തന്നെ ഒരു വേറെ വെറൈറ്റി, ഒരു ചട്നി, ദോശപ്പൊടിയുടെ ചട്നി അങ്ങനെ വേണമെങ്കിൽ പറയാം. മസാല ഇസ് ഓൾസോ വെരി നൈസ്. അടിപൊളിയാട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായി. ഇനി സോസേജിനും കൂടെ വെയിറ്റിംഗ് ആണ്. കോണ്ടിനെന്റിൽ കിട്ടില്ല എന്ന് വിചാരിച്ചു, പക്ഷെ തെറ്റിദ്ധാരണയായിരുന്നു. നല്ല സോസേജസും കുറേ ബേക്കഡ്, എത്ര ചോദിച്ചാലും പറയും ഭയങ്കര നല്ല സർവീസ് ആണ് കേട്ടോ. പറയുമ്പോൾ ഇത്രയും തിരക്കുണ്ടായിട്ട് വരെ നല്ല തിരക്കുണ്ട്, പെട്ടെന്ന് അവർ സെർവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലവിങ് ദ ഫുഡ് ഓൾസോ, എസ്പെഷ്യലി ദ സൗത്ത് ഇന്ത്യൻ പാർട്ട്. ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റിൽ സൗത്ത് ഇന്ത്യൻ ഫുഡ് അടിപൊളിയാണ്. സോസേജസ് ആൻഡ് ബേക്കൺ ആണ് ഓക്കെ, പക്ഷേ ബ്രെഡ്സ് അത്രയും പോരാ, കുറച്ചും കൂടെ ബെറ്റർ ആവാനുണ്ട്. അതുപോലെ തന്നെ ഷേക്കും മിൽക്ക് ഷേക്ക് ജ്യൂസും അല്ലായിരുന്നു, മിൽക്ക് ഷേക്സും അത്രയും പോരാ. പക്ഷേ സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യുക. ഇഡ്ഡലി ആണെങ്കിലും ഉത്തപ്പം ആണെങ്കിലും ദോശത്തിൻ്റെ വെറൈറ്റി ആണെങ്കിലും, കാരണം നമ്മളിവിടെ ഏകദേശം ഒരു 6-7-8 ദോശയോളം ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ അതാണ് ഇവിടെ മെയിനായിട്ട് ട്രൈ ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും നാളെ തൊട്ട് മൈസൂർ എക്സ്പ്ലോർ ഇറങ്ങുന്നതായിരിക്കും. പാലസ് കാണണം, സൂ കാണണം, മൈസൂരിൽ കുറച്ച് ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. സോ അതൊക്കെ ആയിട്ട് നമ്മൾ വേറൊരു അടിപൊളി വ്ളോഗായിട്ട് വരാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.